ഹലോ, ശ്രുതി ടീച്ചറാണ്. ഹാപ്പിയാണ് എന്ന് വിചാരിക്കണോ? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പരീക്ഷയാണ്, മലയാളം ഫസ്റ്റ് കേരള പാഠാവലി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ എല്ലാവർക്കും പുതിയൊരു ചോദ്യം അല്ലേ, ഒരു സാധ്യതാ ചോദ്യമാണ് ടീച്ചർ എന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, പരീക്ഷ എത്തിയിട്ടുണ്ട്, എല്ലാവരും നമ്മുടെ ക്ലാസ്സിലോട്ട് വരാം. എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നല്ല ആഴത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ സൈലത്തിന് ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് ഇരിക്കാൻ പറ്റുന്ന മക്കളാണെങ്കിൽ ഓൺലൈനിൽ മാത്രം ഇരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൺലൈൻ ഇരിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സൈലത്തിന്റെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 പ്ലാനുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഒരു ബേസ് പ്ലാനാണ്, ഒരു ഇൻഫിനിറ്റി പ്ലാനാണ്, ഒരു ഇൻഫിനിറ്റി പ്രോ പ്ലാനാണ്. അടിപൊളിയാണ് അല്ലേ, ഒരു 3-4 പ്ലാനൊക്കെ. കാരണം ബേസ് പ്ലാൻ മതി എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ. ഇനി കുറച്ചും കൂടെ ഇൻഫിനിറ്റി, കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണെങ്കിൽ ഇൻഫിനിറ്റി. ഇനി ഇൻഫിനിറ്റി പ്രോ എന്നുള്ളതാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന, ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. സോ അവഞ്ചേഴ്സ് ബാച്ചിൽ ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ വജ്ര ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തവർക്കറിയാം, ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഇനിയുള്ള ബാച്ചസ്, ഇനിയുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ DPP നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ യൂണിറ്റ് ടെസ്റ്റൊക്കെ കൃത്യമായിട്ട് നടത്തുന്ന ഒരു ബാച്ച്, അതാണ് നമ്മുടെ ബേസ് പ്ലാൻ ബാച്ച് എന്ന് പറയുന്നത്. എക്സാം ഒക്കെ നടത്തുന്ന ഒരു ബാച്ച്. ഇനി ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പേൾ വീഡിയോ, എന്താണ്, പ്രീമിയം പ്രീ റെക്കോർഡഡ് സെഷനും കൂടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈവ് മിസ്സായാൽ അത് കാണാനുള്ള ഒരു പേൾ വീഡിയോ സെഷനും കൂടെ അവിടെ അവൈലബിൾ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാത്സിൽ ഫ്രാക്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അത് മാത്രം പഠിക്കണമെങ്കിൽ അങ്ങനെ അത് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് അതവിടെ ഉണ്ടാവും. മൊത്തമായിട്ട് കാണണ്ട, ആ കുറച്ച് ഭാഗങ്ങൾ മാത്രം കണ്ടാൽ മതി, എനിക്കതേ അറിയാനുള്ളൂ എന്നുള്ളതാണെങ്കിൽ അങ്ങനെ പാരൻസും കൂടെ കേൾക്കേണ്ടിയിട്ടാണേ. അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നീറ്റ് JEE ഒക്കെ എഞ്ചിനീയറിംഗും മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോഴേ സയൻസിൽ ഒരു ബേസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാച്ചാണ് ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്നത്. ഫാൽക്കൺ ഫൗണ്ടേഷൻ ബാച്ചും കൂടെയുള്ള ഇൻഫിനിറ്റി പ്രോ. വലിയ വ്യത്യാസങ്ങളില്ല. ഇപ്പോഴാണെങ്കിൽ 10% ഓഫറും കൂടെ ഉണ്ട്. എജു ഫെസ്റ്റ് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് 20 മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് എന്താണ്, സ്മാർട്ട് വാച്ച് ഗിവ് അവേ, നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ച് സമ്മാനമായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പം തന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലും അതുപോലെ ജോയിൻ ചെയ്യാൻ അധികം വൈകാതെ ഇപ്പം തന്നെ നിങ്ങൾ വിളിക്കുക കേട്ടോ. പരീക്ഷയൊക്കെ അതിൻ്റെ സമയത്ത് നടന്നുകൊള്ളും. പക്ഷേ 7ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ട് അവിടെ ക്ലാസ്സിൽ ഇരിക്കേണ്ട മക്കളാണ്. USS എക്സാം അല്ലേ, CM കിഡ്സ് സ്കോളർഷിപ്പ് UP എന്ന് പറയുന്ന എക്സാം ഒക്കെ മുന്നിലുള്ളതാണ്. സോ എനിക്ക് പറയാനുള്ളത് അത്രയാണ്. ഇനി നിങ്ങൾക്ക് ഒരു പരീക്ഷാ ചോദ്യമാണ് നിങ്ങൾക്ക് ഞാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ് ആ പരീക്ഷാ ചോദ്യം? പ്രതികരണക്കുറിപ്പ്. പ്രതികരണക്കുറിപ്പ് കാണുമ്പോൾ തന്നെ ബേജാറാവും നിങ്ങൾക്ക് അല്ലേ. പ്രതികരണക്കുറിപ്പ് കാണുമ്പോൾ ബേജാറാവേണ്ട ഒരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം തന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം, അല്ലെങ്കിൽ അത് വായിച്ചിട്ട് കൃത്യമായിട്ടും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് പ്രതികരണക്കുറിപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ ആണോ? പ്രതികരണക്കുറിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ചൂടിതാണേ. നമ്മൾ ഹെലൻ കെല്ലറിന്റെ ഒരു പാഠം പഠിക്കുന്നുണ്ട് അല്ലേ. ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഹെലൻ കെല്ലറിന്റെ ടീച്ചറിനെ പറ്റിയും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അന്തരീക്ഷത്തിലെ ചൂട് കുറഞ്ഞു, ആകാശം കറക്കുകയാണെന്ന് മനസ്സിലായി, ഭൂമിയിൽ നിന്നൊരു പ്രത്യേകതരം സുഗന്ധം ഉയർന്നു വരാൻ തുടങ്ങി. കൊടുങ്കാറ്റിന് മുമ്പുള്ള ഗന്ധമാണെന്ന് എനിക്കറിയാമായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം എന്നെ പിടികൂടി. കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല, ഭൂമിയിൽ നിന്നു തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി അല്ലെ. ഒരു സംഭവം വരികയാണ്. എന്താണത്? ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഗന്ധമാണ് അതെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു കൊടുങ്കാറ്റ് വന്ന സമയത്ത്, ഒരു കാറ്റിലെ അതിശക്തമായ ഒരു കാറ്റ് വന്ന സമയത്ത് കാഴ്ചയില്ലാത്ത ആ പെൺകുട്ടി അനുഭവിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സംഭവത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം, ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത്? പാഠഭാഗം കൃത്യമായിട്ട് വായിച്ചാലാണ് നിങ്ങളത് മനസ്സിലാക്കുള്ളൂ അല്ലേ. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരൊട്ടും പേടിക്കേണ്ട. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മിനി മാരത്തോണിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്ലസ്
ഇനി മെഗാ മാരത്തോണിലും കൂടെ ടീച്ചർ അത് വിശദീകരിച്ചു തരും കേട്ടോ. ഇതാണ് സംഭവം. ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സംഭവത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇതാരാണ്? കാഴ്ചയില്ലാത്ത ആ കുട്ടിയാണ്, ഹെലൻ കെല്ലർ ആണ് അല്ലേ. ഹെലൻ കെല്ലർ എവിടെയാണ്? ഒരു മരത്തിന്റെ മുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ചോദ്യം ഇങ്ങനെ വന്നപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിത്രം എന്താണ്? ഇതാണ്. ഈ കുട്ടി ഇവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, ഒറ്റയ്ക്കാണ്, കണ്ണും കാണില്ല, കാഴ്ചയില്ല അല്ലേ. അതാണ് നമ്മൾ ഓർക്കേണ്ടത്, കാഴ്ചയില്ലാത്തൊരു കുട്ടി. അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാമെന്നൊന്ന് നോക്കിയാലോ. ഉത്തരം എങ്ങനെ എഴുതാം? യെസ്, കണ്ടും കേട്ടും അറിഞ്ഞുമാണ് നമ്മൾ ഓരോ കാര്യവും പഠിക്കുന്നത് അല്ലേ. കണ്ടും കേട്ടും അറിഞ്ഞുമാണ് നമ്മൾ ഓരോ കാര്യവും പഠിക്കുന്നത്. ഓരോ കാര്യവും പഠിക്കുന്നത്. എന്നാൽ ഭൂമിയിലെ കാഴ്ചകൾ കാണാനാവാതെ പരിമിതി നിറഞ്ഞ ഒരു ജീവിതവുമായാണ് ഹെലൻ കെല്ലർ ഇവിടെ ജീവിച്ചു പോയത്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലേ. കണ്ടും കേട്ടും അറിഞ്ഞുമാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. എന്നാൽ ഭൂമിയിലെ കാഴ്ചകൾ കാണാനാവാതെ പരിമിതി നിറഞ്ഞ ഒരു ജീവിതവുമായാണ് ഹെലൻ കെല്ലർ ഇവിടെ ജീവിച്ചു പോയത്. സാധാരണ മനുഷ്യനേക്കാൾ തീവ്രതയോടെ ഈ ഭൂമിയിലെ കാഴ്ചകൾ കാണാൻ അവർ ശ്രമിച്ചു. ഇതിനിടയിലാണ് ഒരു മരം കയറ്റ അനുഭവം അവർ വിവരിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന കാലാവസ്ഥയിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം വരികയാണ്. ഒരു കൊടുങ്കാറ്റ് ആരംഭിക്കുകയും ചെയ്തു അല്ലെ. ആ കുട്ടി മരത്തിന്റെ മുകളിലാണുള്ളത്. ആ സമയത്ത് അവരുടെ ടീച്ചർ കൂടെ ഉണ്ടായിരുന്നില്ല. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം അവരിൽ നിറഞ്ഞു. ഭൂമിയിൽ നിന്നും ഒറ്റപ്പെട്ടതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഇതാണ് സംഭവം അല്ലെ. ഇതാണ് സംഗതി. ഇതാണ്. അപ്പോൾ ഒരു സാധാരണ കുട്ടിയാണെങ്കിൽ പോലും, സംഭവം നമ്മൾ ഇവിടെ പറഞ്ഞു, പിന്നെ പറയാണ്, ഒരു സാധാരണ കുട്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയേ ചിന്തിക്കൂ. കാരണം കൊടുങ്കാറ്റ് വരുമ്പോൾ ആ മരത്തിൽ തന്നെ അള്ളിപ്പിടിക്കാൻ മാത്രമേ അവർക്കാവുകയുള്ളൂ. എന്നാൽ പരിമിതിയുള്ള ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഭയം അവരെ പിടികൂടി. തൻ്റെ എന്നുള്ളത് ഇങ്ങനെയാണേ. തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നാരും മനസ്സിലാക്കാണ് ഹെലൻ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. തനിക്ക് താങ്ങാവുന്ന ടീച്ചർ എത്തുന്നതിന് മുൻപ് എല്ലാറ്റിനും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ ഉണ്ട് അല്ലേ, ആനി ടീച്ചർ. അപ്പോൾ തനിക്ക് താങ്ങാവുന്ന ടീച്ചർ അല്ലേ, എപ്പോഴും താങ്ങാവുന്ന എന്ന് വേണമെങ്കിൽ എഴുതാട്ടോ. ടീച്ചർ എത്തുന്നതിന് മുൻപ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇതാണ് നിങ്ങളുടെ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പ്രതികരണക്കുറിപ്പ്. പാഠങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, മറന്നു പോകരുത്. ഞങ്ങൾ കൂടെയുണ്ട്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാം. അവഞ്ചേഴ്സ് ബാച്ചിന്റെ കാര്യം ആരും മറന്നു പോകരുത്. സോ ഓൾവേസ് വിത്ത് യു. ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.